ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൊണ്ടാണ്. നമ്മുടെ കിച്ചൺ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ആക്കി ഒതുക്കി വെക്കുമ്പോഴാണല്ലേ ആ ഒരു അടുക്കളയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുക. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്തിട്ടൊക്കെ നമ്മുടെ കിച്ചണിലെ ഓർഗനൈസർ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ വലിച്ചെറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഒട്ടും സമയങ്ങളിലായത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള ബോട്ടിലൊക്കെ കാണുമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ നല്ലൊരു ഓർഗനൈസർ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സെർലാക്കിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വാൾപേപ്പറാണ്. ഇത് ഞാൻ വാൾപേപ്പർ യൂസ് ചെയ്തിട്ട് ബാലൻസ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് വാൾപേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് വന്ന എക്സ്ട്രാ തുണിയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു വാൾപേപ്പർ നമുക്ക് ആ ഒരു ടിന്നിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വാൾപേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് വന്നതുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്ക് സ്റ്റിക്കർ എടുത്തിട്ട് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലൂവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ താഴെയും മേലെയും ബാലൻസ് കുറച്ച് പീസ് വെച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എയർ ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു എയർ ബബിൾസ് ഒക്കെ പോയിക്കോളൂ. ഇപ്പം ഞാൻ ഇത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ താഴെയുള്ള ബാലൻസ് വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഓരോ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുകളിൽ വെച്ച ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പം ഇത് നമ്മുടെ ആദ്യത്തെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ടും പിന്നെ അതുപോലെ കത്തി, കത്രിക അതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് കിച്ചണിൽ മാത്രമല്ല, നമുക്ക് സ്റ്റഡി റൂമിൽ ഇതുപോലെ കുട്ടികളുടെ പെൻസിലും പെന്നൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടിന്നൊക്കെ നമ്മൾ തന്നെ ഒന്നും ചെയ്യാതെ അതിലോട്ട് സ്പൂണൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനൊരു ഭംഗിക്കുറവായിരിക്കും തന്നെ. അപ്പോൾ ഇതുപോലുള്ള വാൾപേപ്പറോ അതുപോലെ ഫാബ്രിക്, എന്തെങ്കിലും ഫാബ്രിക് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലുള്ള ക്യാൻ വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പാല് വാങ്ങുമ്പോൾ കിട്ടിയ ക്യാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്യാനൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് അടിപൊളി ഓർഗനൈസർ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ പെന്നോണ്ട് മാർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതധികം കട്ടിയില്ലാത്തൊരു ക്യാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കത്തി ഒന്നും ചൂടാക്കിയിട്ടില്ല. ജസ്റ്റ് ആ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. ഇത് നമുക്ക് കിച്ചണിൽ ഉള്ളിയൊക്കെ ഇട്ട് വെക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലും യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഹാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ടും പറ്റും.
ഇതുപോലെ നമുക്ക് പച്ചക്കറികളായാലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ വലിയൊരു പണിയൊന്നും ഇല്ലാതെ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും അല്ലേ. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ഒരു കാര്യം കൊണ്ടാണ് ഇത്രയും നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലുള്ള ക്യാനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നൊരു പീസ് ഉണ്ടല്ലോ, അതും ആരും കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയത് തന്നെ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതാ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ സോൾഡറിങ് മെഷീൻ വെച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു സ്ട്രെയിനറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറികളൊക്കെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലോണം ഹോൾ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലുള്ള ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കുക്കീസൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ടിന്നിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ നമ്മുടെ വാൾപേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ടിന്നിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സൈഡ് ഭാഗത്തെ ആ ഒരു അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ എയർ ബബിൾ ഇല്ലാണ്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എന്താ അടിഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുകളിലത്തെ ഭാഗത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ വാൾപേപ്പറൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള മുട്ടയുടെ ട്രേ ആണ്. ഈ ഒരു ട്രേനെ ഞാൻ നമ്മുടെ ടിന്നിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ നമ്മുടെ മുട്ട ട്രേനെ ആ ഒരു ടിന്നിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ട്രേ ഈ ഒരു ടിന്നിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ നല്ലൊരു എഗ് ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എഗ് ട്രേ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് വെക്കുകയാണെങ്കിൽ ആ കിച്ചൺ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. എത്ര ചെറിയ കിച്ചൺ ആണെങ്കിൽ പോലും നമ്മൾ വെക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. അപ്പോൾ വെറുതെ ഒരു മൂലക്കിരിക്കുന്ന ഒരു ലൈറ്റും കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടുക്കള ഭംഗിയാക്കാനായിട്ട് നമ്മൾ വലിയ പൈസ മുടക്കിയിട്ടൊന്നും ഓർഗനൈസേഴ്സ് ഒന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വെറുതെ കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇത്രയും നല്ല ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.